അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്നുകുഴിച്ചു മൂടി. കൊലയ്ക്ക് കാരണമായത് സംശയം. മൃതദേഹം കണ്ടെത്തി. ദൃശ്യം മോഡൽ കൊലപാതകം. അമ്പലപ്പുഴയിൽ 40-കാരിയെ ആൺ സുഹൃത്ത് കൊന്നുകുഴിച്ചുമൂടി. അതിക്രൂര കൊലപാതകത്തിൽ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി. പ്രതി ജയചന്ദ്രന്റെ വീടിന് സമീപത്ത് നിന്നുമാണ് കണ്ടെത്തിയത്. വിജയലക്ഷ്മിയുടെ മൃതദേഹം കോൺക്രീറ്റ് ഇട്ട് കെട്ടിയ നിലയിലായിരുന്നു. വിജയലക്ഷ്മിയെ കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊന്ന ശേഷം കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയതായി സുഹൃത്ത് ജയചന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിജയലക്ഷ്മിയുടെ സഹോദരിയുടെ പരാതിയിൽ കഴിഞ്ഞ 13-ന് കരുനാഗപ്പള്ളി പോലീസ് മിസ്സിംഗ് കേസ് എടുത്തിരുന്നു. ഏതാനും ആഴ്ചയ്ക്ക് മുൻപാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയെ കാണാതായത്. ഇവർ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. അതിനിടെ എറണാകുളം പോലീസിന് വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടി. ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളും വിജയലക്ഷ്മിയും തമ്മിൽ അടുപ്പമായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നതുൾപ്പെടെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മൃതദേഹം വീടിന്റെ തറയിൽ കുഴിച്ചിട്ടെന്നാണ് ജയചന്ദ്രൻ പറഞ്ഞത്. തുടർന്ന് പരിശോധനയ്ക്കായി പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയായിരുന്നു. രാത്രിയിൽ മറ്റൊരാൾ വിജയലക്ഷ്മിയെ ഫോണിൽ വിളിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞത്. കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്തായ കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാമെന്ന് പറഞ്ഞാണ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. സംഭവം നടക്കുമ്പോൾ ജയചന്ദ്രന്റെ ഭാര്യയും കുട്ടിയും വീട്ടിലുണ്ടായിരുന്നില്ല. പ്ലെയർ കൊണ്ട് തലക്കടിച്ചാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത്. തുടർന്ന് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. മൃതദേഹം കെട്ടിവലിച്ചാണ് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയത്. അമ്പലപ്പുഴ കാരൂർ സ്വദേശിയാണ് പിടിയിലായ ജയചന്ദ്രൻ. വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. നവംബർ 7-ന് രാത്രിയിലാണ് വിജയലക്ഷ്മിയെ കൊല ചെയ്യപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. 13-ാം തീയതിയാണ് ഇവരെ കാണാനില്ല എന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. നവംബർ 6 മുതൽ കാണാനില്ല എന്നായിരുന്നു പരാതി. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നാട്ടുകാരുടെ മൊഴിയുമാണ് പ്രതിയെ കുടുക്കാൻ സഹായിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു. എറണാകുളത്തെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഇടുകയായിരുന്നു. കളഞ്ഞു കിട്ടിയ ഫോൺ KSRTC ജീവനക്കാരൻ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും ചെന്നെത്തിയത് ജയചന്ദ്രനിലായിരുന്നു. ജയചന്ദ്രനും യുവതിയും തമ്മിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. യുവതിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫോൺ കോളുകൾ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. യുവതിയെ കൊലപ്പെടുത്തിയതായും കരൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് താഴെയാണ് യുവതിയെ കുഴിച്ചിട്ടതെന്നും പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പ്രദേശത്ത് എത്തിച്ച് പോലീസ് പരിശോധന നടത്തിയത്. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോലീസ് മാധ്യമപ്രവർത്തകരെ അടക്കം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതേസമയം വീട്ടിൽ ആരെയും കൊണ്ടുവന്നതായി അറിയില്ല എന്ന് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾ പറഞ്ഞു.